കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 59ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, സൽപ്രവൃത്തികൾക്ക് പ്രചോദനം നൽകുന്നില്ലെങ്കിൽ അതീവ മനോജ്ഞമായ ചിന്തകൾ പോലും വ്യർത്ഥമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുദേശീയ പുണ്യവതി, എത്ര തൻ്റെ ഇടത്തോടു കൂടിയാ നീ ഞങ്ങളോട് പറയുക. എത്ര നല്ല ചിന്തകൾ മനസ്സിൽ ഉദിച്ചാലും അത് സൽപ്രവൃത്തികളിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമായി തീരുമെന്ന്. സ്നേഹത്തിൻ്റെ ആഴം കണ്ടവളാണല്ലോ നീ, പരസ്നേഹത്തിൻ്റെ മാതൃക കാണിച്ചവളാണല്ലോ നീ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്ന നല്ല ചിന്തകളെല്ലാം ജീവിതത്തിലേക്ക് പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് പുണ്യവതി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ